ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. ഇത് പ്രൂവൺ ടെക്നോളജിയാണ്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഈ റോഡിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. ഒരു ആക്ഷേപഹാസ്യമായാണ് തയ്യാറാക്കിയതെങ്കിലും ഇതുവഴി പോകുന്നതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് 8ന്റെ ആകൃതി എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭൂതിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. കുന്നംകുളം തൃശൂർ റോഡിലൂടെ ഒരു തവണ യാത്ര ചെയ്താൽ ആ യാത്ര ഒരു കാലത്തും മറക്കില്ല. റോഡിൽ കുഴികളല്ല, ഗർത്തങ്ങളാണിപ്പോൾ. മഴക്കാലമാകുന്നതിന് മാസങ്ങൾക്ക് മുൻപേ റോഡ് തകർന്നതാണ്. വർഷകാലത്തിനു മുൻപ് അറ്റകുറ്റപ്പണി നടത്താതിരുന്നതോടെയാണ് റോഡിന്റെ അവസ്ഥ ഇങ്ങനെയായത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബസ് ജീവനക്കാരും നാട്ടുകാരും എല്ലാം പ്രതിഷേധിച്ചു. ഒരു ഗുണവുമില്ല. പെരുമഴയത്ത് കുറച്ച് കല്ലും മണ്ണും കുഴിയിൽ കൊണ്ടിട്ട് അധികൃതർ തടിയൂരി. അടുത്ത മഴയ്ക്ക് അത് ഒലിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പുതിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുന്നംകുളത്തെ വാട്സപ്പ് ഗ്രൂപ്പ്. ഇത്തവണ ഒരു മത്സരമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസോ എൻട്രി ഫീസോ ഇല്ല. പക്ഷേ മികച്ച വീഡിയോകൾക്ക് സമ്മാനമുണ്ട്. 1, 2, 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകും. അറ്റ്ലീസ്റ്റ് ഇത്രയും ഫോട്ടോസും വീഡിയോസും വരുമ്പോഴെങ്കിലും നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ അധികൃതർ ഇതിനൊരു നടപടി എടുക്കുന്നുള്ളൊരു ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മത്സരം തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. ഇത് കണ്ടെങ്കിലും അധികൃതർ റോഡ് നന്നാക്കട്ടെ എന്നാണ് ഗ്രൂപ്പ് അഡ്മിൻ പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്. റോഡിന്റെ അവസ്ഥ ഇതായതോടെയാണ് ഈ റോഡിലൂടെയുള്ള യാത്ര ഒഴിവാക്കി 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി 23 കിലോമീറ്റർ ചുറ്റി വടക്കാഞ്ചേരി വഴി തൃശ്ശൂരേക്ക് പോയത്. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.